നമുക്ക് ചില സിനിമകൾ കാണുമ്പോൾ അതിൻ്റെ കഥ നമുക്ക് ഇഷ്ടപ്പെട്ടാലും അതിൻ്റെ മേക്കിംഗ് കുറച്ച് സ്ലോ പേസ് ആകുമ്പോൾ അതൊരു വിരസത തോന്നാറുണ്ട്. അങ്ങനെ ഒരു അനുഭവമാണ് എനിക്ക് ആശാൻ എന്ന സിനിമ തന്നത്. അപ്പോൾ ഇന്നത്തെ വിഷയം ആശാനാണ്. ഹായ് ഹലോ, വെൽക്കം ടു മൂവി ട്രാക്ക്. ഗപ്പി സിനിമാസിന്റെ ബാനറിൽ ജോൺ പോൾ ജോർജ് പ്രൊഡ്യൂസ് ചെയ്ത് സംവിധാനം ചെയ്ത സിനിമയാണ് ആശാൻ. ഈ സിനിമയിലെ ഇന്ദ്രൻസ്, ജോമോൻ ജ്യോതിർ, ബിപിൻ പെരുമ്പള്ളി, ശോഭി തിലകൻ എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഇവരെ കൂടാതെ ഒട്ടുമിക്ക യൂട്യൂബ് താരങ്ങളും മറ്റു പുതുമുഖങ്ങളും ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ ഡയറക്ടർ തന്നെ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് തന്നെ തന്റെ മനസ്സിലെ സിനിമ മുഴുവനായിട്ട് ചിത്രീകരിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മുഴു സിനിമ തിയേറ്ററിലേക്ക് വന്നപ്പോൾ അത് പ്രേക്ഷകർക്ക് ഒരു വലിച്ചിലായിട്ടാണ് അനുഭവപ്പെട്ടത്. കാരണം 2 മണിക്കൂറും 40 മിനിറ്റും കൊണ്ട് ഈ സിനിമയുടെ ദൈർഘ്യം. അത് അതിലൊരു അരമുക്കാൽ മണിക്കൂറോളം നമുക്ക് ഭയങ്കര സ്ലോ പേസിലാണ് ഈ പടം പോകുന്നത്. ഈ കഥ നടക്കുന്നത് തന്നെ ഒരു ഫ്ലാറ്റിലാണ്. പക്ഷേ അത് വളരെ വലിച്ചിലായിട്ട് വളരെ സ്ലോ പേസിലാണ് ഈ പടം പോകുന്നത്. അപ്പൊ നമുക്കതൊരു ബോറിംഗ് അനുഭവമാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ കുറെ കാര്യങ്ങൾ ഈ പടത്തിൽ കുറെ എലമെന്റ്സ് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. വളരെ നല്ല ആക്ടിംഗ് ആണ്. ഇന്ദ്രൻസിന്റെ ആയാലും ജോമോൻ ജ്യോതിറിന്റെയും ശോഭി തിലകന്റെ ആയാലും എല്ലാവരും നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പടത്തിനെ ഈ വലിച്ചില് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം ഭയങ്കര സ്ലോ പേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നുണ്ട്. അത് ഭയങ്കര ഒരു നെഗറ്റീവായിട്ടാണ് ഈ പടത്തിന് തോന്നുന്നത്. പിന്നെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല രീതിയിൽ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ഈ പടത്തിനെ പൊക്കിക്കൊണ്ടുവരാൻ. പക്ഷെ അത് ഒരു പരിധി വരെയാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൂ. എഡിറ്റിംഗ് ആയാൽ പോലും എഡിറ്റിങ്ങും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. VFX വർക്ക് ഒത്തിരി ഈ പടത്തിന് ആവശ്യമുണ്ട്. അത് നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുമുണ്ട്. അത് നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. അവരെ കൊണ്ടാവുന്ന രീതിയിൽ VFX, അത് ആ സിനിമയ്ക്ക് വേണ്ട VFX ആണ് അവരെടുത്തിട്ടുള്ളത്. അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അങ്ങോട്ട് നമുക്കത് ഏശാത്ത പോലെയാണ് തോന്നിയിട്ടുള്ളത്. സോങ്ങുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മിസ്പ്ലേസ്ഡ് ആയിട്ടാണ് സോങ്ങുകൾ ഉണ്ടായിട്ടുള്ളത്. ആ റാപ്പ് സോങ് ഒന്നും ഒരു ആവശ്യം ഉണ്ടായില്ല എന്ന് തന്നെ തോന്നി. ഈ പറഞ്ഞ ആശാൻ സിനിമ എനിക്ക് ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള അനുഭവമാണ്. എന്റെ ലിസ്റ്റിൽ ഈ സിനിമ ഗപ്പിയേക്കാൾ താഴെ പോകുന്നതും ഇതുകൊണ്ടാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വേറൊരു സിനിമയായിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നന്ദി.